സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല കാക്കട്ടെ. വളരെ ഗൗരവമേറിയ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച സബഉൽ മുബിഖാത്തിൽ അല്ലാഹുവിൽ പങ്കുചേർക്കുകയെന്ന ശിർക്ക് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ് ഖത്ലുൻ നഫ്സ്, ശരീരത്തെ വധിക്കുക. കണ്ടു, ഒരിക്കലും ഒന്നിന്റെ പേരിൽ അങ്ങനെ ഒരു ചിന്ത ഒരു കാലത്തും ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സിൽ വരാൻ പാടില്ല. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാലം. ഒരു പെൺകുട്ടി ഒരാളെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചു. ആ ആഗ്രഹം നടക്കാതിരുന്നാൽ അവൾ പോയി ആത്മഹത്യ ചെയ്യുന്ന കാലം. വേറൊരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചോ, നടക്കുന്നില്ലെങ്കിൽ പോയിട്ട് തൂങ്ങി മരിക്കാൻ പോകുന്ന കാലം. അങ്ങനത്തെ ഒരു കാലമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ അതിലേക്ക് ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല. ഒരു ചെറുപ്പക്കാരന് അവന് ഈമാനുണ്ട്, തഖ്വയുണ്ട്, അവൻ മോശക്കാരനൊന്നുമല്ല. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് തടസ്സം ചെയ്യുന്ന രക്ഷിതാക്കളുടെ ഏർപ്പാടുകളും ശരിയായ ഏർപ്പാടല്ല. അവരുടെ കുടുംബത്തോട് യോജിക്കും, അതേപോലെ തഖ്വയുണ്ട്, ഈമാനുണ്ട്. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ വിവാഹാന്വേഷണം നടത്തിയാൽ അതിന് ഞാനില്ല എന്ന് പറഞ്ഞ് ചെറുപ്പക്കാരനെയോ ആ ചെറുപ്പക്കാരിയായ പെണ്ണിന് അവന്റെ വിവാഹം അവൾക്കും താല്പര്യമുണ്ടെങ്കിൽ പാടില്ല എന്ന് പറഞ്ഞ് വിലക്കുന്ന രക്ഷിതാക്കളുടെ നടപടിയും ശരിയായ നടപടി അല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം നടപടികളെ വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മുത്തൽ ഉസ്താദ് നിക്കാഹിന്റെ ഖുത്ബയിൽ പലപ്പോഴും ആ ഹദീസ് ഉദ്ധരിക്കാറുണ്ട്. നിങ്ങളോട് യോജിക്കുന്ന തഖ്വയുള്ള ഈമാനുള്ള ഒരാൾ വിവാഹാന്വേഷണം നടത്തിയാൽ നിങ്ങൾ ഫസവ്വിജൂ, അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, ഇല്ലാ തഫഅലൂഹു, അങ്ങനെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിന്റെ പേരിൽ ഫസാദുൻ അരീദ്, വളരെ വലിയ ഫസാദ് വരാൻ സാധ്യതയുണ്ട്. ചില രക്ഷിതാക്കൾക്ക് വല്ലാത്ത വാശിയാണ്. അത്തരം വാശി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. നമ്മുടെ മക്കളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം എന്ന് കാണാൻ കഴിയണം. അതിനർത്ഥം രക്ഷിതാക്കളെ ഒക്കെ അവഗണിച്ച് ഏതോ ഒരുത്തന്റെ പിന്നാലെ ഇറങ്ങിപ്പോകുന്ന ചില പെൺകുട്ടികളുണ്ട്. അതിനെ ഞാൻ ന്യായീകരിക്കുകയാണെന്ന് ആരും തെറ്റിദ്ധരിക്കില്ല. ഞാൻ ഇന്നലെയും കർണാടകയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ, മിനിഞ്ഞാന്ന് തൃശ്ശൂരിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ, പല സ്ഥലങ്ങളിലും വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ട് ഒരു ക്ലിപ്പ്. ഞാനത് കണ്ടിട്ട് എനിക്ക് അന്ന് ഉറക്കം വന്നിട്ടില്ല. കാരണം ബാപ്പാനെയും ഉമ്മാനെയും ഒക്കെ തള്ളിയിട്ട് ഒരു പെൺകുട്ടി ഒരു പ്രണയിച്ച മനുഷ്യന്റെ പിന്നാലെ പോയി. അങ്ങനെ പോയവൻ സുബ്ഹാനല്ലാഹ് അവളെയും കൊണ്ട് നടന്നു. ബാപ്പാനെ വിട്ടു, ഉമ്മാനെ വിട്ടു, കുടുംബം വിട്ടു, അവൾ ഒറ്റക്കിറങ്ങി നടന്നു. ആ പെൺകുട്ടിയെ പിന്നീട് ഒരു ദിവസം അവൻ അതാ രണ്ട് കൈയും ബേക്കോട്ട് കൂട്ടിക്കെട്ടിയിട്ട് അവൻ തലക്ക് ഇടിക്കുകയാണ്, നെഞ്ഞത്ത് ഇടിക്കുകയാണ്, കഴുത്തിന് ഇടിക്കുകയാണ്, പിടിച്ചു ഞെക്കുകയാണ്. അവൾ ഇങ്ങനെ അല്ലോ 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 എന്ന് ഇങ്ങനെ നിലവിളിക്കുകയാണ്. അവസാനം പിന്നെ രണ്ട് കാലും വരിഞ്ഞു കെട്ടുകയാണ്. ഇപ്പോഴും എന്റെ ഫോണിൽ ആ ക്ലിപ്പ്. ഞാനിത് പറഞ്ഞു വരുന്നത് അത് കണ്ടപ്പോൾ, ആ പെൺകുട്ടിയുടെ വിഷമവും പീഡനവും കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല അന്നത്തെ രാത്രി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ വിദേശത്തുള്ള സമയത്താണ് ഞാനത് കണ്ടത്. ഞാനിത് പറഞ്ഞു വരുന്നത്, അങ്ങനെ ചില വിവരം കെട്ട പെൺകുട്ടികളുണ്ട്. ബാപ്പാനെ അവഗണിച്ച്, ഉമ്മാനെ അവഗണിച്ച്, കുടുംബത്തിനെ അവഗണിച്ച് ഏതെങ്കിലും ഒരുത്തന്റെ ഒരു ഫോണോ അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കുകയോ ഒരു പഞ്ചാര വാക്കുകൾക്കുകയോ ചെയ്യുമ്പോഴേക്ക് 10-25 കൊല്ലം പോറ്റി വളർത്തിയ ബാപ്പവുമാനെ പരിഗണിക്കാതെ, കുടുംബം പരിഗണിക്കാതെ ഇറങ്ങിപ്പോകുന്ന നന്ദിയില്ലാത്ത പെൺകുട്ടികളുണ്ട്. ആ പെൺകുട്ടികൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ അവർ ആലോചിക്കണ്ടേ, എന്നെ ഈ കൂട്ടിക്കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരൻ ഒരു ദിവസം എന്റെ കഴുത്ത് പിടിച്ച് ഞെരിച്ചാൽ, എന്റെ നെഞ്ഞത്ത് കുത്തിയാൽ, എന്നെ വേദനിപ്പിച്ചാൽ, എന്റെ കയ്യും കാലും ഈ കുട്ടിയെ പിടിച്ച് കെട്ടിയിട്ടതുപോലെ കെട്ടിയിട്ടാൽ ചോദ്യം ചെയ്യാൻ ആരുണ്ടാവും? ബാപ്പാനെയും വിട്ടുപോയതല്ലേ, ഉമ്മാനെയും വിട്ടുപോയതല്ലേ, അമ്മാമനെയും വിട്ടുപോയതല്ലേ, കുടുംബം വിട്ടുപോയതല്ലേ? അവരാര് ചോദ്യം ചെയ്യാനുണ്ടാവും? അപ്പൊ എന്ത് തോന്നിവാസവും അവന്റെ മനസ്സിൽ തോന്നിയാൽ അവൻ ചെയ്യൂലേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
ഒരു യാതൊരു വിലയും വെക്കാതെ ഒരു ചിന്തയുമില്ലാതെ അങ്ങനെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളെയോ അല്ലെങ്കിൽ ബാപ്പമ്മയെ തീരെ പരിഗണിക്കാതെ വിവാഹത്തിനിറങ്ങുന്ന ആൺകുട്ടികളെയോ ഞാൻ ന്യായീകരിച്ചു എന്നാരും തെറ്റിദ്ധരിക്കരുത്. അതേ സമയത്ത് ഒരാൾക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, അവനൊരു തെറ്റും ചെയ്യുന്നില്ല, അവൻ അങ്ങനെ ഒരു താല്പര്യമുണ്ട്. അതേപോലെ ആ പെൺകുട്ടിക്ക് അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ട്, ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവർക്ക് രണ്ടാൾക്കും താല്പര്യമുണ്ട്. എങ്കിൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് അതിന് വാശി കൂട്ടിയിട്ട് ചിലപ്പോ സുബ്ഹാനല്ലാഹ് കുറച്ച് ദൂരം കൂടുതലാണ്, അല്ലെങ്കിൽ അവിടെ ഓട് വെച്ച പുരയാണ്, അല്ലെങ്കിൽ റൂം സൗകര്യം പോരാ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അവന്റെ ഏട്ടൻ കെട്ടിയത് എന്റെ ഒരു എതിരാളിന്റെ മോളെയാണ്, ഇങ്ങനത്തെ ഒക്കെ ചില ന്യായങ്ങൾ പറഞ്ഞിട്ട് അത്തരം വിവാഹം മുടക്കുന്ന രക്ഷിതാക്കളും ഉണ്ടായിരുന്നു, പുതിയാപ്പിളാരും ഉണ്ടായിരുന്നു, ഉപ്പാന്റെ ജ്യേഷ്ഠാഞ്ചന്മാരും ഉണ്ടായിരുന്നു, അമ്മമാരുണ്ടായിരുന്നു, ഒരു കുടുംബക്കാരും ഉണ്ടാകരുത്. അത് വളരെ അപകടം ചെയ്യുന്ന കാര്യമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഫസാദുൽ ദീന് തൃപ്തിയുള്ളവരായി, ദീന് തൃപ്തിയുള്ളവരായിരിക്കണം. ദീനുള്ള ആളാണ് എങ്കിൽ അവിടെ പിന്നെ മടി കാണിക്കാൻ പാടില്ല.